രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ നാരായണീയൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 36ാമത്തെ എപ്പിസോഡാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ മതി. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നാരായണീയം കിട്ടിയിരിക്കും. ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ വളരെയധികം റിസർച്ച് ചെയ്ത് ശേഖരിച്ച വിവരങ്ങൾ കൊണ്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ഇപ്പം പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഇപ്പം തൊട്ട് കണ്ടു തുടങ്ങുക. 106 എപ്പിസോഡായി കഴിഞ്ഞു. അല്ലാത്തവർ പ്ലേലിസ്റ്റ് എടുത്തിട്ട് ഇപ്പം തൊട്ട് കണ്ടു തുടങ്ങുക. സമയം കിട്ടുമ്പോൾ പ്ലേലിസ്റ്റ് എടുത്തിട്ട് ഒന്നേന്ന് കാണുക. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. നിശ്ചയമായിട്ടും കാണണം, മറക്കരുത്. അഷ്ടപതി നിങ്ങൾക്ക് ധനവും വീട്ടിൽ ഐക്യവും പ്രണയ സാഫല്യവും ഭാര്യാഭർത്തൃ കലഹങ്ങൾ ഇല്ലാതാകാനും ഒക്കെ സഹായിക്കും. മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും വെള്ളിയാഴ്ചത്തെ ധർമ്മപദം കാണണം. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങളത് കാണണം. അതേ കണക്ക് തന്നെ നമുക്ക് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അത് നിങ്ങൾക്ക് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ജ്യോതിഷപരമായ സംശയത്തിന് എന്നെ വിളിക്കുക. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 9645333999 എന്നതാണ്. പിന്നെ നമുക്ക് അഷ്ടാവക്ര ഗീത പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടും. നിശ്ചയമായും നിങ്ങൾ കേൾക്കണേ, വളരെ നല്ലതാണ്. ഹിന്ദുക്കൾ അറിയേണ്ടവ, അത് എല്ലാവരും കേട്ടിരിക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. പിന്നെ വളരെ നിർബന്ധമായും കേൾക്കണം. ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു. ഹേയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഈ 2 വീഡിയോകൾ നിങ്ങൾ കേൾക്കണം. പിന്നെ നിങ്ങൾക്ക് ധനം ഉണ്ടാകാനുള്ള വീഡിയോ, ആ ധനമന്ത്രം ഉൾപ്പെടെ ഞാൻ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ओ राधे राधे बरसाने वाली
രാധാറാണിക്ക് ജയ്, എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്, എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്, എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്, എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്, എന്നെ ഗോലോകത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് പാടിത്തരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരിയായി മാറിയ കൃഷ്ണശ്രീയാണ്. കൃഷ്ണശ്രീയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കൃഷ്ണശ്രീ ശരിക്കും എനിക്ക് കംപ്ലീറ്റ് ഈ ദശകത്തിലെ എല്ലാ ശ്ലോകങ്ങളും എനിക്ക് അയച്ചു തന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് മെസ്സേജ് വന്നു, സാറേ എനിക്ക് അയച്ചതിൽ 5-ാമത്തെ അധ്യായം തൊട്ട് എനിക്കൊരു 5-ാമത്തെ ശ്ലോകം തൊട്ട് 10-ാമത്തെ ശ്ലോകം വരെ എനിക്കൊരു തൃപ്തി വന്നില്ല സാറേ, അതുകൊണ്ട് ഞാനത് ഒന്നും കൂടെ പാടി അയക്കുകയാണ് സാറേ എന്ന് പറഞ്ഞിട്ട് അത് അയച്ചു. പക്ഷേ 5-ാമത്തെ ശ്ലോകം ഇത് കൃഷ്ണശ്രീയുടെ മെസ്സേജ് വായിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ എപ്പിസോഡ് അങ്ങ് പോസ്റ്റ് ചെയ്തു പോയി. അപ്പോൾ 6-ാമത്തെ ശ്ലോകം തൊട്ട് കൃഷ്ണശ്രീ 2ാമത് പാടിയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് ടീച്ചറാണ് കൃഷ്ണശ്രീ എന്ന് പറയുന്നത്. ഒരു ഡെഡിക്കേറ്റഡ് ആണ്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. നമ്മൾ വായിച്ചിട്ടില്ലേ സിനിമയിലൊക്കെ മോഹൻലാലായാലും യേശുദാസ് ആയാലും ഒക്കെ അവർ ആത്മാർത്ഥമായി പാടും അല്ലെങ്കിൽ അഭിനയിക്കും. അതിനുശേഷം അവർക്കത് തൃപ്തി വന്നില്ലെങ്കിൽ അവർ വീണ്ടും ഒന്നും കൂടെ അത് ചെയ്യാറുണ്ട്. അപ്പോൾ രാധേ രാധേ എന്ന ഈ കുഞ്ഞു ചാനലിന് വേണ്ടി ആത്മാർത്ഥമായി പാടുകയും എന്നിട്ട് അത് തൃപ്തി വരുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും പാടുകയും അങ്ങനെ പെർഫെക്ഷൻ്റെ പരിപൂർണതയിൽ കൊണ്ടെത്തിക്കുകയും ചെയ്ത കൃഷ്ണശ്രീ മോളെ എങ്ങനെയാണ് പിന്നെ ശ്രീകൃഷ്ണ ഭഗവാനും രാധാറാണിയും കൃഷ്ണശ്രീയെ അനുഗ്രഹിക്കാതിരിക്കുന്നത്? അപ്പോൾ ഭഗവാന്റെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കുന്ന നാരായണീയം, ആ നാരായണീയം പരിപൂർണമായ പെർഫെക്ഷനിൽ വേണമെന്ന് ആഗ്രഹിച്ച് ഒരിക്കൽ പാടിയത് വീണ്ടും പാടിയ കൃഷ്ണശ്രീ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും രാധാറാണിയും ഞാൻ പറയാതെ തന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, കൃഷ്ണശ്രീയെ അവരെ അനുഗ്രഹിക്കും, നന്നായി വരും. പിന്നെ കൃഷ്ണശ്രീയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മ്യൂസിക് ടീച്ചറാണ്. അപ്പം ഓൾ ഇന്ത്യ റേഡിയോയിലെ A ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും ഒക്കെ കുട്ടികൾ ഓൺലൈനിലൂടെ പഠിക്കുന്നുണ്ട്. നിങ്ങളും വേണമെങ്കിൽ ഓൺലൈനിലൂടെ പഠിക്കുക. കാരണം ഇത്രയും ഡെഡിക്കേറ്റഡ് ആയ ഒരു ടീച്ചറല്ലേ. തീർച്ചയായിട്ടും സംഗീതം പഠിക്കാൻ ആഗ്രഹമുള്ള എൻ്റെ പ്രേക്ഷകർക്കൊക്കെ കൃഷ്ണശ്രീയെ സമീപിക്കാം. കൃഷ്ണശ്രീയുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ നിങ്ങളത് നോക്കി കൃഷ്ണശ്രീയെ നിങ്ങൾ വിളിച്ച് പാട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ പഠിച്ചോളൂ. അപ്പം നമ്മുടെ കൃഷ്ണശ്രീ അത് ആത്മാർത്ഥമായി ഒന്നും കൂടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാര കഥകളൊക്കെ വർണ്ണിക്കുമ്പോൾ അത്രയ്ക്ക് പെർഫെക്ഷൻ വേണമെന്ന് പറഞ്ഞ് പാടിയ പാട്ട് കേട്ടോളൂ, എന്നിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ധ്യായതാം സകലമൂർത്തിമീദൃശി മുന്മിഷന്മധുരതാഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേവ ഭാസതേ. അപ്പോൾ നമ്മുടെ കൃഷ്ണശ്രീ അത് ആത്മാർത്ഥമായി പാടിത്തന്നത് കേട്ടല്ലോ. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഇനി കേട്ടോളൂ. ധ്യായതാം സകല മൂർത്തി മീദൃശി മുൻമിഷ മധുരത കൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേ അവഭാസതേ. ധ്യായതാം അർത്ഥം എഴുതിക്കോ, ധ്യാനിക്കുന്നു. ധ്യായതാം സമം ധ്യാനിക്കുന്നു. സകലമൂർത്തി, സകലമൂർത്തി എന്ന് പറഞ്ഞാൽ കലകളോട് കൂടിയ രൂപത്തെ, കലകളോട് കൂടിയ രൂപത്തെ. അല്ല, നമ്മൾ പറയത്തില്ലേ സകല മൂർത്തികളെയും ആരാധിക്കണം, ആ സകലയല്ല. കല, സകല,
സകല കലകളോടും കൂടിയ, കലകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരും. മൂർത്തി രൂപം, എല്ലാ കലകളോടും കൂടിയ രൂപത്തെ ഈ ദൃശിയും ഇങ്ങനെയുള്ള, അർത്ഥം എഴുതിക്കോ, ഈ ദൃശിയും ഇങ്ങനെ ഉള്ള ഉന്മിഷ വർദ്ധിച്ച മധുരഥ മാധുര്യത്താൽ കൃതാത്മനാം വശീകരിക്കപ്പെട്ട ഹൃദയമുള്ളവർ, അതാണ് കൃതാത്മനാം വശീകരിക്കപ്പെട്ട ഹൃദയമുള്ളവരും സാന്ദ്രം കട്ടിയുള്ളത്, കൊഴുത്തത് എന്നാണ്. സാന്ദ്രം കട്ടിയുള്ളത്, കൊഴുത്തത്. മോദം സന്തോഷം. ആന്തരം ഉള്ളിൽ. ഇനി നമുക്കത് ചേർത്തെഴുതാം. സാന്ദ്ര മോദ രസരൂപമാന്തരം. അർത്ഥം എഴുത്. ആനന്ദം കൊണ്ടുറച്ച കട്ടിയായ ഭഗവാന്റെ രൂപത്തെ, അത്രയും എഴുതണം. ആനന്ദം കൊണ്ട് ഉറച്ച കട്ടിയായ ഭഗവാന്റെ രൂപത്തെ. അടുത്തത് ബ്രഹ്മരൂപം ഐ. ശരിക്കും ഇത് പിരിച്ചെഴുതുമ്പം ബ്രഹ്മരൂപം അധികം ഐ, അവിടുത്തെ രൂപമാകുന്ന ബ്രഹ്മം എന്നർത്ഥം. അവിടുത്തെ രൂപമാകുന്ന ബ്രഹ്മം. ഇനി തേ അവഭാസതേ പ്രകാശിക്കുന്നു. ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം പറഞ്ഞു തന്നിട്ട് നമുക്ക് ഓരോ വരിയായിട്ടെടുത്ത് നമുക്ക് നോക്കാം. എന്താണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം? അല്ലയോ ഭഗവാനെ, അതായത് ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങയുടെ ഇങ്ങനെയുള്ള സകല കലകളോടു കൂടിയ രൂപത്തെ ധ്യാനിക്കുന്നവരും അതിൻ്റെ മാധുര്യത്തിൽ വശീകരിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവരുമായ ഞങ്ങൾക്ക്, ശ്രദ്ധിച്ചു കേട്ടോണം, കവി പറയുന്ന ഇതാണ്. ഭഗവാനെ ശ്രീകൃഷ്ണ, നിരവധി കലകളോട് കൂടിയ ആളാണ് അങ്ങെന്ന് പറയുന്നത്. ആ കലകളോട് കൂടിയ രൂപത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ മാധുര്യം നിറഞ്ഞ രൂപമുണ്ട്, അതിനാൽ ഞങ്ങളങ്ങ് വശീകരിക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ ഹൃദയം മുഴുവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ കവർന്നെടുത്തിരിക്കുകയാണ്. അങ്ങനെ കൃഷ്ണൻ കവർന്നെടുത്ത ഹൃദയത്തോടു കൂടിയ ഞങ്ങള് അങ്ങയുടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വളരെ സന്തോഷം തരുന്നതും ആനന്ദ സ്വരൂപവുമായ നല്ല കട്ടിപൂണ്ട സാന്ദ്രാനന്ദാത്മകമായ പരബ്രഹ്മരൂപം, കട്ടിപൂണ്ട അങ്ങയുടെ രൂപം ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കുന്നു. അപ്പോൾ കവി പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ സകലവിധ കലകളോടും കൂടിയവനാണ്. ആ കലകളോട് കൂടിയ രൂപത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ കലകളോട് കൂടിയ രൂപം എന്തു മാധുര്യം നിറഞ്ഞതാണ്, നമ്മുടെ ഹൃദയത്തെ വശീകരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ വശീകരിക്കുന്നതും സകല കലകളോട് കൂടിയതും അതിസുന്ദരവും സാന്ദ്രം കട്ടിയാർന്നതുമായ ആനന്ദ സ്വരൂപവുമായ സന്തോഷം നൽകുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരബ്രഹ്മ രൂപം ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കുന്നു എന്നാണ് ഇതിന് അർത്ഥം. ഇനി നമുക്ക് ഒന്നാമത്തെ വരി വായിച്ചു നോക്കാം. അത് ഒരുപാട് അർത്ഥമുള്ള വരികളാണ്. ഏതെന്ന് പറയുന്നത് ഒന്നാമത്തത്, ധ്യായതാം സകല മൂർത്തി മീ ദൃശി. ഇതാണ് ഒന്നാമത്തെ വരി. ധ്യായതാം സകല മൂർത്തി മീ ദൃശി. അർത്ഥം ധ്യായതാം ധ്യാനിക്കുന്നു, സകലമൂർത്തി കലകളോട് കൂടിയ ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുന്നു. ഈ ദൃശി ഇങ്ങനെയുള്ള. അപ്പൊ വരികൾ നല്ലതുപോലെ മനസ്സിലായില്ലേ? ധ്യായതാം ധ്യാനിക്കുന്നു, സകല അല്ല നമ്മുടെ സകല സാധനങ്ങളും എന്ന് പറയുന്ന സകലയല്ല, എല്ലാ കലകളോടും കൂടിയത്. അപ്പൊ ഭഗവാന്റെ സർവവിധ കലകളോടും കൂടിയ രൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് ഒരു സംശയം വരാം, എന്താണ് ഈ കലകളെന്ന് പറയുന്നത്?
അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഭഗവാന് 16 കലകളുണ്ട്. ഭഗവാൻ ആ 16 കലകളിൽ ഒന്നാമത്തെ കല ദയ, കാരുണ്യം. ബുക്കിൽ എഴുതിക്കോ നിങ്ങൾ, 16 കലകൾ എന്ന് എഴുതിക്കോ. 1 ദയ, ഒരു കോമ ഇട്ടിട്ട് കാരുണ്യം. ഇനി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അല്ലേ. അപ്പൊ നിങ്ങൾ ഈ ഹെഡിങ് മാത്രം എഴുതിയാൽ മതി, ദയ, കാരുണ്യം. അപ്പൊ എന്താ പറയേണ്ടത്? ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല മനുഷ്യരോടും മൃഗങ്ങളോടും ജന്തുക്കളോടും പുല്ലിനോടും പുഴുവിനോടും എല്ലാം അങ്ങേയറ്റം അനുകമ്പ ഉള്ളവരായിരുന്നു ഭഗവാൻ. കന്നുകാലികളോട് പോലും ഭഗവാൻ കാണിച്ച അനുകമ്പ നമുക്ക് പ്രസിദ്ധമാണ്. എന്നു മാത്രവുമല്ല, ഭഗവാന് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും സുഹൃത്തുക്കളായിരുന്നു. പണക്കാരെന്നോ രാജകുമാരനെന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ലായിരുന്നു. ദരിദ്രനായ സുധാമാവ് ഉൾപ്പെടെ ആരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു നമ്മുടെ ശ്രീകൃഷ്ണന്റെ. അതേ കണക്ക് തന്നെ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടന്നപ്പോൾ കരുണാമൂർത്തിയായ ഭഗവാൻ വസ്ത്രം കൊടുത്ത് സഹായിച്ചതും വളരെ പ്രശസ്തമാണ്. അപ്പം ഭഗവാന് 16 കലകളുണ്ട്. ഈ കലകൾ നിങ്ങൾക്കും ഉണ്ടാകണം. അപ്പോൾ മാത്രമേ ഭഗവാനിൽ നിങ്ങൾക്ക് ചേരാൻ പറ്റൂ. അപ്പോൾ മാത്രമേ ഭഗവാന് നിങ്ങളോട് എന്താണ് കൃപ ഉണ്ടാകൂ, അനുഗ്രഹം ചൊരിയുകയുള്ളൂ. ഇനി രണ്ടാമത്തത് എഴുതിക്കോ. രണ്ടാമത്തത് ക്ഷമ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിച്ചേട്ടെ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എല്ലാവരോടും ക്ഷമയുള്ള ആളാണ്. ശിശുപാലനോട് 100 പ്രാവശ്യമാണ് ക്ഷമിച്ചത്. 100 പ്രാവശ്യം. ലോകത്താരെങ്കിലും അങ്ങനെ ക്ഷമിക്കുമോ? ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ക്ഷമിക്കുമോ? ഭഗവാന്റെ ഭക്തരെന്ന് പറയുന്ന നിങ്ങൾ ഒരാളോട് 1 വട്ടം ക്ഷമിക്കുമോ? നിങ്ങളുടെ മക്കളൊരു തെറ്റ് ചെയ്താലും 1 വട്ടം ക്ഷമിക്കുമോ? ഭഗവാൻ 100 പ്രാവശ്യം ശിശുപാലനോട് ക്ഷമിച്ചിട്ടുണ്ട് അല്ലേ. വിറക് തേടി പുറത്തു പോയപ്പോൾ തൻ്റെ മുഴുവൻ തനിക്കുള്ള ഭക്ഷണമായ പയറ് മുഴുവനും സുധാമാവ് കഴിച്ചു. ആ സുധാമാവിനോടും ക്ഷമിച്ചു അദ്ദേഹം. അപ്പൊ ഇന്നത്തെ ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് ആരെന്ന് പറയുന്നത്? ക്ഷമ. ആ ക്ഷമയില്ലായ്മ കുഴപ്പങ്ങൾ വിളിച്ചു വരുത്തും. ഇത് ശരിക്കും ആ ചൈനക്കാരന്മാരെയാണ് കേൾപ്പിക്കേണ്ടത്. അതില്ലാത്തതാണ്. മറ്റുള്ളവന്റെ രാജ്യം വെട്ടിപ്പിടിക്കുക, എല്ലായിടവും കടന്നു കയറുക, ഇന്ത്യയുടെ ഭാഗം പിടിക്കുക, ബാക്കിയുള്ളവരുടെ ഭാഗം പിടിച്ചടക്കുക, ടിബറ്റ് കൈയടക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ഈ ക്ഷമ നമുക്ക് അത്യാവശ്യമാണ്. മൂന്നാമത്തെ കല നിങ്ങൾ എഴുതിക്കോ. ധൈര്യം, പിന്നെ ക്ഷമ. മൂന്നാമത് ധൈര്യം, ക്ഷമ. അതായത് അസാമാന്യമായ ധൈര്യവും ക്ഷമയും ഒത്തുചേർന്ന ആളാണ് ഭഗവാൻ. നിങ്ങൾ നേരത്തെ ക്ഷമ പഠിച്ചു. സാധാരണ ചിലർക്ക് ധൈര്യമുള്ളവന് ക്ഷമ കാണത്തില്ല, ക്ഷമയുള്ളവന് ധൈര്യം കാണത്തില്ല. ഇവിടെ ധൈര്യവും ക്ഷമയും ഒത്തുചേർന്നവനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് വെറും ദൂതന്റെ വേഷം വരെ ഭഗവാൻ ഏറ്റെടുത്തു. വെറും ദൂതന്റെ വേഷം ഏറ്റെടുത്ത് തന്നു. എന്നിട്ടോ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആയുധം കൈകൊണ്ടെടുക്കാതെ അർജുനന്റെ തേര് തെളിച്ച് ഏത് അമ്പുകൾ ചീറിപ്പാഞ്ഞു വരുമ്പോഴും പുഞ്ചിരിയോടുകൂടിയാണ് ഭഗവാൻ നേരിട്ടത്. ഭഗവാൻ ധീരനാണ് അല്ലേ. തന്നേക്കാൾ എത്രയോ വയസ്സ് പ്രായമുള്ള ആരോഗ്യവാനായ കംസനെ നേരിട്ടവനാണ്, ചാണൂരനെ നേരിട്ടവനാണ് ഭഗവാൻ. ഭഗവാൻ ധീരനാണ്. നരകാസുരനെ പോലും വധിച്ചവനാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ ധീരനാണ്. പിന്നെ ക്ഷമയുടെ കാര്യത്തിൽ പറയണ്ട. തൻ്റെ ജീവൻ കവർന്നെടുത്ത വേടനോട് പോലും ക്ഷമിച്ച ആളാണ് ഭഗവാൻ. തൻ്റെ ജീവൻ തന്നെ കവർന്നെടുത്ത വേടനോട് പോലും ക്ഷമിച്ചവനാണ് ഭഗവാൻ. ഇവിടെ നമുക്കൊരടി തന്നാൽ ക്ഷമിക്കത്തില്ല. ഒരുത്തൻ നമ്മുടെ വലത് കവിളിൽ അടി തന്നാൽ തിരിച്ചവൻ്റെ ആ കവിളിൽ അടി കൊടുക്കുന്നത് വരെ നമുക്ക് സഹിക്കത്തില്ല. അത് എങ്ങനെ? നമ്മുടെ വലത് കവിളിൽ ഒരു അടി തന്നു, വഴിയിലിട്ട് കിട്ടി അടിക്കാനൊരു ചാൻസ് കിട്ടിയപ്പോൾ അടി ഇടത് കവിളിലായി പോയി, സംതൃപ്തി വരത്തില്ല. എൻ്റെ വലത്തെ കവിളിൽ തന്നപ്പോൾ എനിക്ക് വലത്തെ കവിളിൽ തന്നെ കൊടുക്കണം. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ
തൻ്റെ സ്വന്തം ജീവൻ എടുത്തവനോട് പോലും ആര് ക്ഷമിച്ചു? ഭഗവാൻ ശ്രീകൃഷ്ണൻ ക്ഷമിച്ചു. ഇനി നാലാമത്തെ കല എന്താണ്? ന്യായം, നീതി. നാലാമത്തെ കല ന്യായം, നീതി. കൃഷ്ണൻ എന്നും ന്യായത്തിൻ്റെ പക്ഷത്തെ നിൽക്കൂ. നീതി മാത്രമേ കൃഷ്ണൻ നടപ്പിലാക്കിയിട്ടുള്ളൂ. കൃഷ്ണൻ ഒരിക്കലും പ്രതികാരം തീർക്കാൻ വേണ്ടി ആരെയും കൊന്നിട്ടില്ല. കൊല്ലുന്നതിന് മുമ്പ് അവന് നിരവധി അവസരങ്ങൾ എന്ത് ചെയ്യും? ഭഗവാൻ കൊടുക്കും. നന്നാവാൻ വേണ്ടി നിരവധി അവസരങ്ങൾ കൊടുക്കും. അത് കൊടുത്തിട്ടും കംസന് പോലും എത്രയോ അവസരം കിട്ടി. അത് കൊടുത്തിട്ടും നന്നാവാതെ വരുമ്പോൾ മാത്രമാണ് ധർമ്മം സ്ഥാപിക്കാൻ ഭഗവാൻ ഓരോരുത്തരെ വധിക്കുന്നത്. അല്ലേ? ഗാലവാസുദേവനെ തന്നെ നമുക്ക് അറിഞ്ഞൂടെ? എത്ര അവസരമാണ് ഭഗവാൻ കൊടുത്തത്. ഇനി ഭഗവാൻ ഒരാളെ വധിച്ചാലോ? വധിച്ചു കഴിഞ്ഞാൽ അയാളുടെ പുത്രനെയാണ് അവിടെ രാജാവാക്കി വെക്കുന്നത്. അല്ലാതെ ഭഗവാൻ ആ രാജ്യം ഒരിക്കലും കൈയടക്കിയിട്ടില്ല. അയാളുടെ സന്താനത്തെ അവിടെ രാജാവാക്കും. അയാളെ ഒരു രാജാവിന് വേണ്ട ബഹുമതിയോടുകൂടി എന്ത് ചെയ്യും? സംസ്കരിക്കും. ആ രാജ്യം അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. അതാണ് ഭഗവാൻ. ന്യായത്തിൻ്റെയും നീതിയുടെയും കൂടെ നിൽക്കുന്ന ആള്. അടുത്തത് നിർപക്ഷ. എഴുതിക്കോ, നിർപക്ഷ, നിഷ്പക്ഷത. കൃഷ്ണൻ എന്നും നിഷ്പക്ഷത പാലിക്കുന്ന ഒരാളാണ്. കൃഷ്ണന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അർജുനൻ. എന്നിട്ട് പോലും ഒരു യുദ്ധം വന്നപ്പോൾ ഭഗവാൻ തൻ്റെ സൈന്യത്തെ മുഴുവനും ദുര്യോധനന് വിട്ടുകൊടുത്തു. തൻ്റെ സൈന്യത്തെ മുഴുവൻ ദുര്യോധനന് വിട്ടുകൊടുത്തു. അതാണ് ഭഗവാൻ നിഷ്പക്ഷനാണ്. ഭഗവാൻ പറഞ്ഞു, ഞാൻ യുദ്ധത്തിൽ നിഷ്പക്ഷനാണ്. പാണ്ഡവപക്ഷത്തുമില്ല, കൗരവപക്ഷത്തുമില്ല. ഒരാൾക്ക് എന്നെ എടുക്കാം, ഒരാൾക്ക് എൻ്റെ സൈന്യത്തെ എടുക്കാം. അപ്പൊ ദുര്യോധനൻ ആരെ എടുത്തു? സൈന്യത്തെ എടുത്തു. അപ്പൊ അർജുനൻ ഭഗവാനെ എടുത്തു. കണ്ടില്ലേ? ഭഗവാൻ എപ്പോഴും ഏതാണ്? നിഷ്പക്ഷനാണ് ഭഗവാൻ. അടുത്തത് നിരപേക്ഷ. നിരപേക്ഷ, അകൽച്ച. നിരപേക്ഷ എന്ന് പറഞ്ഞാൽ അകൽച്ച. അതായത് ഭഗവാൻ കർമ്മം ചെയ്യത്തതേ ഉള്ളൂ. കർമ്മഫലത്തിൽ നിന്ന് ഭഗവാൻ ഒഴിഞ്ഞു നിൽക്കും. കർമ്മഫലത്തെക്കുറിച്ച് ഒരിക്കലും ഭഗവാൻ ചിന്തിച്ചിട്ടില്ല. അനുഗ്രഹവും ശാപവും ഒരുപോലെയാണ് ഭഗവാൻ ഏറ്റുവാങ്ങുന്നത്. ഗാന്ധാരി, നീയും നിന്റെ കുലവും 12 ആണ്ട് കഴിയുമ്പോൾ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടുകൂടി നേരിട്ടു. തൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയപ്പോഴും രുക്മിണിയുമായി 12 വർഷം അകന്ന് കഴിയേണ്ടി വന്നപ്പോഴും അപ്പോഴെങ്ങും ഭഗവാൻ ഒന്നിലും ഇടപെടുന്നില്ല. അതൊക്കെ കർമ്മഫലങ്ങളാണ്, അതനുഭവിക്കണം. അങ്ങനെ കർമ്മഫലത്തിൽ നിന്ന് അകന്നു നിന്നവനാണ് ആരെന്ന് പറയുന്നത്? ഭഗവാൻ. ഭഗവാൻ കർമ്മമേ ചെയ്യൂ, ഫലം ആഗ്രഹിക്കാറില്ല. ഫലം ശാപത്തിന്റെ രൂപത്തിൽ ഗാന്ധാരിയുടെ വന്നു, ആയിക്കോട്ടെ, ഭഗവാൻ അതൊരു പ്രശ്നമല്ല. ഈ മനോഭാവത്തെയാണ് നിരപേക്ഷ എന്ന് പറയുന്നത്. നിരപേക്ഷ, അതാണ് 6ാമത്തത്. 7ാമത്തത് അപാർച്ചിത. ആ പാറ്റാട പാ, ഇർ ചക്കയുടെ ചാ, വള്ളി. അപാർച്ചിത എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ അപ്രതിരോധ്യത എന്നും കൂടെ എഴുതിക്കോ. അപ്രതിരോധ്യത, അതായത് അജയ്യൻ, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തവൻ എന്നും കൂടെ എഴുതിക്കോണം. അപ്പൊ കൃഷ്ണൻ എന്ന് പറയുന്നത് എപ്പോഴും ശാന്തതയോടും ധൈര്യത്തോടും കൂടി തനിക്ക് നേരിട്ട ഏത് ബുദ്ധിമുട്ടുകളെയും നേരിട്ട ആളാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ എപ്പോഴും ശാന്തനായിരുന്നു. കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോഴും ശ്രീകൃഷ്ണൻ ശാന്തനായിരുന്നു. ശ്രീകൃഷ്ണൻ തൻ്റെ എതിരാളിയെ വധിക്കുമ്പോൾ പോലും ശാന്തനാണ്. പുഞ്ചിരിയോടുകൂടിയാണ് ശ്രീകൃഷ്ണൻ. കംസനെ വധിക്കുന്ന അവസരത്തിൽ ചാണൂര്യനുമായി ഏറ്റുമുട്ടുമ്പോഴും കൃഷ്ണന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അങ്ങനെ ശാന്തതയോടും ധൈര്യത്തോടും കൂടി നിൽക്കുന്നതാണ് അപാർച്ചിത, അല്ലെങ്കിൽ അപ്രതിരോധ്യത. അവനെ ആർക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല. ഭഗവാന്റെ 8ാമത്തെ കലയാണ് തപസ്യ. എഴുതി വെച്ചോ, തപസ്യ. തപസ്യ എന്ന് പറഞ്ഞാൽ ധ്യാനവും ആത്മീയ ശക്തികളും ഇത് രണ്ടും ചേരുന്നത്. അതായത് കൃഷ്ണനെ യോഗേശ്വരൻ എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യക്തമാക്കി തരാം. കൃഷ്ണൻ സമയം കിട്ടുമ്പോഴൊക്കെ ധ്യാനിക്കുകയും ചെയ്യും, അതോടൊപ്പം തന്നെ തപസ് ചെയ്യുകയും ചെയ്യും. ധ്യാനവും തപസ്സും രണ്ടും രണ്ടാണ്.
ധ്യാനം നമ്മൾ വല്ലപ്പോഴും കൂടി ഇരുന്ന് അല്ലെങ്കിൽ ഒരു ദിവസം കുറേ നേരം ധ്യാനിച്ചു മാറി മറ്റുള്ളത് ചെയ്യുന്നത്. തപസ് അങ്ങനല്ല, ദീർഘകാലം. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ധ്യാനവും ചെയ്യും തപസ്സും ചെയ്യും. അങ്ങനെ ധ്യാനവും തപസ്സും ഒരുപോലെ കൊണ്ടു നടന്ന ആൾ. 9ാമത്തെ കലയാണ് ദാനശീലം. അവ എഴുതി വെച്ചോ, 9ാമത്തെ കല ദാനശീലം. ഒരു പിടി അവില്, അതും കക്ഷത്ത് വെച്ച് കുചേലൻ കൊണ്ടുവന്ന ഒരു പിടി അവിലിന് പകരം സുധാമാവെന്ന കുചേലന് 3 ലോകങ്ങളും നൽകി എടുത്തോളാൻ പറഞ്ഞു. ഇതാണ് ദാനശീലം എന്ന് പറയുന്നത്. കൊടുത്തത് ഒരു പിടി അവില്, ഭഗവാൻ കൊടുത്തത് 3 ലോകങ്ങൾ. 10ാമത്തെ കല സൗന്ദര്യമയ, അതായത് ശരീര സൗന്ദര്യം, പിന്നെ സ്വഭാവ സൗന്ദര്യം. അതിൽ ഭഗവാനെ തോൽപ്പിക്കാൻ ആരാ ഉള്ളത്? ഭഗവാന്റെ സൗന്ദര്യം കണക്ക് സൗന്ദര്യം ആർക്കാ ഉള്ളത്? ഭഗവാന്റെ സ്വഭാവത്തിന്റെ സൗന്ദര്യം തന്നെ എത്ര വലുതാണ്. പിന്നെ 11ാമത്തത് നൃത്യജ്ഞ, നമ്മുടെ നൃത്തം, നൃത്യജ്ഞ, അതായത് നർത്തകരിൽ ഏറ്റവും മികച്ചവൻ അല്ലേ? ഭഗവാനെ നൃത്തത്തിൽ തോൽപ്പിക്കാൻ ആർക്ക് പറ്റും? സാക്ഷാൽ നടരാജന്റെ നൃത്തത്തെക്കാൾ മികച്ച നൃത്തം കാഴ്ച വെക്കുന്നവനാണ് ആരെന്ന് പറയുന്നത്? ശ്രീകൃഷ്ണൻ. അപ്പൊ നൃത്തത്തിന്റെ അഗ്രഗണ്യനാണ് ശ്രീകൃഷ്ണൻ. എന്ന് മാത്രവുമല്ല, കാളിയന്റെ പത്തിയിൽ നിന്ന് വരെ നൃത്തം ചെയ്ത ആളാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രതികൂല സാഹചര്യത്തിൽ പോലും നൃത്തം ചെയ്യാൻ കഴിയുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? സാക്ഷാൽ ശ്രീകൃഷ്ണൻ. നമ്മളൊക്കെ പ്രതികൂല സാഹചര്യത്തിൽ തളർന്നു പോകും. ഇവിടെ കാളിയനെ നേരിടുന്ന പ്രതികൂല സാഹചര്യം, അപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി നൃത്തം ചെയ്തുകൊണ്ടാണ് ഭഗവാൻ അതിനെ നേരിട്ടത്. ഇങ്ങനെ പ്രതികൂല സാഹചര്യത്തെ പുഞ്ചിരിയോടുകൂടി നൃത്തം ചെയ്ത് നേരിട്ട മറ്റൊരു ദൈവത്തിന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? പ്രതികൂല സാഹചര്യം വരുമ്പോൾ എല്ലാവരുടെയും ഭാവം മാറും. അവിടെ പ്രതികൂല സാഹചര്യത്തെ നൃത്തം ചെയ്ത് നേരിട്ട ആളാണ് ഭഗവാൻ. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാൻ നൃത്തപ്രിയനാണ്. അതുകൊണ്ടാണ് രാധാറാണിയുടെ മന്ത്രം രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. അങ്ങനെ നൃത്തം ചെയ്തെടുക്കണമെന്ന് പറയുന്നത് അതിനു വേണ്ടിയാണ്. ഇനി 12ാമത്തെ കല സംഗീതജ്ഞ. സംഗീതജ്ഞ, ഭഗവാൻ മികച്ച ഗായകനാണ്. ഭഗവാന്റെ ഓടക്കുഴൽ വായന മനുഷ്യനെ മാത്രമാണോ ആകർഷിക്കുന്നത്? പക്ഷികളെ, മൃഗങ്ങളെ, അതും ക്രൂര മൃഗങ്ങളായ സിംഹവും കടുവയും പുലിയും എല്ലാം ഭഗവാന്റെ ഓടക്കുഴൽ നാദത്തിൽ മനംമയങ്ങി നിൽക്കുകയല്ലേ? ഈ പ്രകൃതി മുഴുവനും ഭഗവാന്റെ ഓടക്കുഴൽ നാദത്തിൽ നിശ്ചലരാണ്. പിന്നെ 13ാമത്തത് നീതിവാടി. നീതിവാടി നീതിവാടി എന്ന് പറഞ്ഞാൽ സത്യസന്ധതയുടെ മൂർത്തിമത് ഭാവം. അതാണ് നീതിവാടി എന്ന് പറയുന്നത്. സത്യസന്ധൻ. ഭഗവാനെ പോലെ സത്യസന്ധനായിട്ടുള്ളത് ആരാ? അതുകൊണ്ടല്ലേ ഭഗവാൻ ധർമ്മത്തിന്റെ സ്ഥാപകനായത്. അപ്പോൾ അതുകൊണ്ട് തനിക്ക് നേരെ കള്ളപ്പേര് വന്നപ്പോൾ ആ സെമന്തകം എടുത്തുകൊണ്ട് പോയ ആളിനെ കണ്ടുപിടിച്ച് ആ സെമന്തകം തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്ത ആളാണ് ആരെന്ന് പറയുന്നത്? സാക്ഷാൽ ഭഗവാൻ. സത്യവാദി. സത്യവാദി എന്ന് പറഞ്ഞാൽ സത്യം മാത്രം പറയുന്നവൻ. ഒരിക്കൽ പോലും ഭഗവാൻ കള്ളം പറയുന്നില്ല. സ്വയമേ നഹി മകാൻ ഖയേ. അതാണ് യശോദ. ശരിക്കും പറഞ്ഞാൽ യശോദാമ്മയോട് മാത്രമാണ് വല്ലപ്പോഴും കൂടി കുസൃതി കാണിച്ച് എന്തെങ്കിലും എന്ന് പറയുന്നത്. പക്ഷെ ഭഗവാൻ ശരിക്കും ഏതാണ്? സത്യവാദിയാണ്. യശോദാമ്മയോട് മാത്രമാണ് പറയുന്നത് വായ്ക്കകത്തൊന്നുമില്ല, വായ്ക്കകത്തൊന്നുമില്ല. അതെ, മേ നഹി മകാൻ കായോ, ഞാനൊന്നും വായ്ക്കകത്ത് കഴിച്ചിട്ടില്ല. വാതറ ഉണ്ണി, എന്താ അതിനകത്തെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല എന്ന്. അങ്ങനെ യശോദാമ്മയോട് മാത്രമാണ് വല്ലപ്പോഴും ഒരു കുഞ്ഞു കള്ളം പറയുന്നത്. അത് മാതൃപുത്ര സ്നേഹത്തിന്റെ ഭാവമാണ്. ദയ. അടുത്തത് ദയ, സഹാനുഭൂതി. ദയ, സഹാനുഭൂതി, അതായത് അനുകമ്പാമയനാണ് ഭഗവാൻ. ഭഗവാന്റെ ദയയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. 15ാമത്തത് സർവജ്ഞത. സർവജ്ഞത.
ഭഗവാൻ അറിയാൻ വയ്യാത്ത എന്താ? കവിത, നാടകം, ചിത്രകല, എല്ലാ കലകളുടെയും, പ്രപഞ്ചത്തിലുള്ള സകല കലകളുടെയും അധിപൻ ആരാകുന്നു? സാക്ഷാൽ ശ്രീകൃഷ്ണനാകുന്നു. 16ാമത്തെ കല സർവാണി എന്താ? എഴുതിക്കോ. സ ഇർ വാ നീ യാ ഇന്ദ. പന്തത്തിന്റെ ഇന്ദ, നമ്മൾ പറഞ്ഞ തന്തയുടെ ഇന്ദ, അതാണ് സർവാണി എന്ത. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആള്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നയാള്, ആത്മനിയന്ത്രണം പാലിക്കുന്നവൻ. അത് വേണം. മറ്റുള്ളവരുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പോകുന്നതിനേക്കാൾ ഒരാൾ ചെയ്യേണ്ടത് അവനവനെ തന്നെ നിയന്ത്രിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള കോപം, വിദ്വേഷം, അസൂയ, എടുത്തുചാട്ടം, ഇതിനെയൊക്കെയാണ് നമ്മൾ ആദ്യം നിയന്ത്രിക്കേണ്ടത്. ആത്മനിയന്ത്രണം വേണം. അപ്പം അത് മനസ്സിലായല്ലോ. ഇത്രയുമാണ് 16 കലകള്. ഈ 16 കലകളോട് കൂടിയ രൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. ഓരോ മനുഷ്യനും ഈ 16 കലകളിലേക്ക് എത്താൻ ശ്രമിക്കണം. പകുതിയെങ്കിലും എത്തിയാൽ നിങ്ങൾ ധന്യരായി. ഇതാണ് 1ാമത്തെ വരിയുടെ അർത്ഥം. ഇനി നമുക്ക് 2ാമത്തെ വരി നമുക്ക് നോക്കാം. മുൻമിഷിത മധുരതാ ഹൃദാത്മന. ഉന്മിഷ വർദ്ധിച്ച, കൂടിയ, മധുരത മാധുര്യത്താൽ, ഹൃദാത്മനാം വശീകരിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയത്. അപ്പൊ 2ാമത്തെ വരിയുടെ അർത്ഥം ഭഗവാന്റെ 16 കലകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ 16 കലകളെയും നമ്മൾ ധ്യാനിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ 16 കലകളോട് കൂടിയ രൂപത്തെ ധ്യാനിച്ചു കഴിയുമ്പോൾ പരമാനന്ദം കരകവിഞ്ഞങ്ങനെ ഒഴുകും. ആ കരകവിഞ്ഞൊഴുകുന്നതാണ് ഉന്മിഷിത. മറ്റേ വരിയുമായി ചേർത്തെഴുതുമ്പോഴാണ് മുൻമിഷിത എന്ന് വരുന്നത്. ഉന്മിഷിത അങ്ങ് വർദ്ധിക്കും നമുക്ക്, അല്ലേ? അങ്ങനെ വർദ്ധിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഭഗവാനിലുള്ള ഭക്തിയാൽ നമ്മുടെ ഹൃദയം മുഴുവനും ഭഗവാൻ കവർന്നെടുത്തുകൊണ്ട് പൊക്കളയും. ഭഗവാന്റെ ആ രൂപം ഇങ്ങനെ മനസ്സിൽ 16 കലകളുള്ള രൂപം മനസ്സിൽ തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ ഹൃദയം ഭഗവാനാൽ വശീകരിക്കപ്പെട്ടു പോകും. അങ്ങനെ ആനന്ദത്തിൽ ആറാടാൻ വേണ്ടി ആത്മാവ് കുതിക്കുന്ന അവസ്ഥയിലാകും. അപ്പോൾ നമുക്ക് ഭഗവാന്റെ രൂപം കുറേശ്ശെ തെളിയാൻ തുടങ്ങും. അതായത് ആദ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഭഗവാന്റെ മൊത്തം രൂപമൊന്നും കിട്ടില്ല. ഭഗവാന്റെ മുഖം മാത്രം അങ്ങനെയൊക്കെ തെളിഞ്ഞു കിട്ടൂ. ഭഗവാന്റെ 16 കലകളോടുകൂടിയ സുന്ദര രൂപം, ആ ഓരോ കലകളും എന്തെന്ന് മനസ്സിൽ വിചാരിച്ച് നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്നതിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം അങ്ങനെ വർദ്ധിച്ചു വരും. ഉന്മിഷിതം വർദ്ധിച്ചു വന്നിട്ട് നമ്മുടെ ആത്മാവ് ഭഗവാനിൽ ലയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കുതിക്കും. ആ അവസ്ഥയിൽ ഭഗവാന്റെ രൂപം കുറേശ്ശെയായിട്ട് തെളിഞ്ഞു വരും. നേരത്തെ ഒരു മുഖം മാത്രം മനസ്സിൽ കണ്ടവര് പിന്നെ ഭഗവാന്റെ വനമാലയാർന്ന നെഞ്ചു കാണും, പിന്നെ കൈകൾ കാണും, പിന്നെ മഞ്ഞപ്പട്ട് കാണും. അങ്ങനെ പതുക്കെ തെളിഞ്ഞു വരുമെന്നാണ് കവി പറയുന്നത്. ഇനി നമുക്ക് 3ാമത്തെ വരിയിലേക്ക് വരാം. എന്താ 3ാമത്തെ വരി? സാന്ദ്രമോദ രസരൂപമാന്തരം. സാന്ദ്രമോദ രസരൂപമാന്തരം. സാന്ദ്രം കട്ടിയുള്ള, മോദം സന്തോഷം, ആന്തരമുള്ളിൽ. അപ്പൊ സാന്ദ്രമോദ രസരൂപമാന്തരം, ആനന്ദം കൊണ്ട് ഉറച്ച രൂപത്തെ ഉള്ളിലാക്കുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ വരിയുടെ അർത്ഥം എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഭഗവാന്റെ 16 കലകളെയും ധ്യാനിക്കുന്നവന്റെ ഉള്ളിൽ ആനന്ദമങ്ങനെ നിറഞ്ഞ് കവിയുകയും ഭഗവാന്റെ ആ ആനന്ദം കട്ടിപിടിച്ച രൂപം തെളിയുകയും ചെയ്യും. ഇവിടെ 2 സമാധികളുണ്ട്. ഒന്ന് സവികൽപ്പ സമാധി, 2 നിർവികൽപ്പ സമാധി. അങ്ങനെ സവികൽപ്പ സമാധിയിൽ നിന്നും നിർവികൽപ്പ സമാധിയിലേക്ക് പോകും. അപ്പൊ എന്താണ് ഈ സമാധി അല്ലെങ്കിൽ സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്? നമ്മുടെ ധ്യാനം.
ആ ധ്യാനിക്കുമ്പം നമ്മുടെ മനസ്സിൽ ഒരു രൂപം വരും. ആ രൂപം മുഴുവനും നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് ഉറയ്ക്കും. അങ്ങനെ ഉറയ്ക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങളൊക്കെ അങ്ങ് നിന്നു പോകും. അപ്പം നമ്മൾ ധ്യാനിക്കുന്ന അവസരത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നിൽക്കും. കാരണം ധ്യാനിക്കുമ്പോൾ നമ്മൾ കണ്ണുകൾ അടക്കുകയാണ്. അപ്പം കണ്ണുകൊണ്ട് പുറത്തൊന്നും കാണുന്നില്ല. ചെവി കൊണ്ട് നമ്മൾ ഉള്ളിലെ ശബ്ദം കേൾക്കാനിരിക്കുമ്പം ചെവി കൊണ്ട് നമുക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അങ്ങനെയാണ് നാവ് ഒന്നിൻ്റെയും പുറത്തുള്ള ഒന്നിൻ്റെയും രസം നുകരുന്നില്ല. അപ്പം ധ്യാന രൂപം ഉള്ളിൽ ഉറയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണ്, ചെവി, നാവ്, മൂക്ക് ഇതിൻ്റെയൊക്കെ പുറമേ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ഉപയോഗങ്ങളൊക്കെ അങ്ങ് നിന്നു പോകും. അങ്ങനെ ഉള്ളിൽ ഭഗവാന്റെ രൂപം മാത്രം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. അങ്ങനെ ഭഗവാന്റെ രൂപം തെളിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ബ്രഹ്മരൂപത്തിൻ്റെ ഒരു ബോധം മാത്രമാണ്, ഒരു രൂപം, ഒരു ഭാഗം മാത്രമാണ്. ഇതിനെ സവികൽപ്പ സമാധി എന്ന് പറയുന്നു. അപ്പൊ സവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുമ്പം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. കണ്ണുകൊണ്ട് പുറത്തുള്ളത് കാണുന്നില്ല, ചെവി കൊണ്ട് പുറത്തുള്ളത് കേൾക്കുന്നില്ല, നാവ് കൊണ്ട് പുറത്തുള്ള ആഹാരത്തിൻ്റെയോ മറ്റോ രസം അനുവദിക്കുന്നില്ല, മൂക്ക് കൊണ്ട് പുറത്തുള്ളതിൻ്റെ ഒന്നും ഗന്ധം നമ്മൾ അറിയുന്നില്ല. പകരം ഉള്ളിലുള്ള ഭഗവാന്റെ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ കൈ കൊണ്ടൊന്നും ചെയ്യുന്നില്ല, കാലുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ എല്ലാത്തിൻ്റെയും പ്രവർത്തനം നിൽക്കും. അപ്പൊ ഭഗവാന്റെ രൂപമങ്ങനെ തെളിയും. ആ രൂപം ബ്രഹ്മത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാകും. ഇതിനെ വിളിക്കുന്ന പേര് സവികൽപ്പ സമാധി. ഇനി ഇവിടെ നിന്ന് നമ്മൾ നിർവികൽപ്പ സമാധിയിലേക്ക് പോകണം. എന്താണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്? നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതുമെല്ലാം ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായതെല്ലാം ഭഗവാന്റെ ചൈതന്യമാണെന്ന തിരിച്ചറിവ് വരും. അപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പാറ്റ ഭഗവാന്റെ ചൈതന്യമാണ്, പൂച്ച ഭഗവാന്റെ ചൈതന്യമാണ്, പുഴു ഭഗവാന്റെ ചൈതന്യമാണ്, പാമ്പും സിംഹവും വൃക്ഷവും ഇതെല്ലാം ഏതാണ്? കുഞ്ഞു കുഞ്ഞു ചെടികളും പുല്ലും എല്ലാം ഭഗവാന്റെ ചൈതന്യമാണെന്ന് നമ്മളെ സത്യം അങ്ങോട്ട് തിരിച്ചറിയും. അപ്പൊ ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കൈകാലുകളോടുകൂടിയ ഭഗവാന്റെ രൂപമെന്നറിയും. ശ്രദ്ധിച്ചു കേട്ടോണം. നമ്മുടെ സമാധിയുടെ മറ്റൊരു ഘട്ടത്തിൽ എന്തു വിചാരിക്കും? ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതെല്ലാം ഭഗവാന്റെ ചൈതന്യമാണ്, സകലതും ഭഗവാന്റെ ചൈതന്യമാണ്. അപ്പം നമുക്ക് മനസ്സിലാകും കൈയും കാലുകളോടുകൂടിയ ഭഗവാന്റെ രൂപമുണ്ടല്ലോ, ആ രൂപവും ഏതാണ്? ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ആ അറിവോടെ ഭഗവാന്റെ കൈകളും കാലുകളും ഒക്കെ ആ അറിവ് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു കഴിയുമ്പോൾ, അതായത് ഭഗവാന്റെ കാണുന്ന രൂപം, ആ രൂപം പൂർണ്ണമല്ല, ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ പൂർണ്ണമല്ല. നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണുമ്പോൾ കൈകാലുകളോടുകൂടിയ കൃഷ്ണനെ കാണുന്നു. അത് ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ ഒരു കുഞ്ഞു ഭാഗം മാത്രമാണ്. ഭഗവാന്റെ ചൈതന്യം 100 ആണെങ്കിൽ നമ്മൾ കാണുന്ന ഭഗവാന്റെ രൂപം വെറും 5% മാത്രമാണ്. ഈ തിരിച്ചറിവ് മനസ്സിൽ വരുന്നതോടുകൂടി നമ്മളിൽ നിന്ന് ഭഗവാന്റെ കൈകള്, കാലുകള്, മുഖങ്ങള്, വനമാല, പീലിത്തിരുമുടി, കവചകുണ്ടലം എല്ലാം 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 അപ്രത്യക്ഷമായി ഉജ്ജ്വലമായ ഒരു പ്രകാശം ഇങ്ങനെ വരും. അതിനെ ജ്ഞാനപ്രകാശം എന്ന് പറയും. അതോടുകൂടി ഈ ബ്രഹ്മചൈതന്യം, ആ ബ്രഹ്മചൈതന്യം ഞാൻ തന്നെയാണെന്ന് അറിവ് ലഭിക്കും. അങ്ങനെ ഭഗവാനും ഭക്തനും ഒന്നാണെന്ന അറിവ് ലഭിക്കും. ഇതിനെയാണ് എന്ത് പേര് വിളിക്കുന്നത്? നിർവികൽപ്പ സമാധി എന്ന പേര് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം. ധ്യാനത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പം നമ്മൾ പ്രപഞ്ചത്തിലെ സകലതും ഭഗവാന്റെ ചൈതന്യത്തിന്റെ ഭാഗമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതൊക്കെ ഭഗവാന്റെ ചൈതന്യത്തിന്റെ ഭാഗമാണ്.
അങ്ങനെയാണെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്ന ഗുരുവായൂരപ്പൻ്റെ രൂപവും കൃഷ്ണന്റെ വനമാലയും കൈയും കാലുമൊക്കെ ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ ഒരംശം മാത്രമാണ് എന്ന തിരിച്ചറിവ് ലഭിക്കുന്നതോടുകൂടി പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ഗുരുവായൂരപ്പൻ്റെ രൂപം തന്നെ അപ്രത്യക്ഷമാകും. കൃഷ്ണന്റെ വനമാല മനസ്സിൽ നിന്ന് പോകും, കവച കുണ്ടലങ്ങൾ പോകും. അതാണ് ആ യഥാർത്ഥ സ്റ്റേജിൽ എത്തുന്ന ആളുടെ കണ്ണിൽ പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വനമാലയില്ല, മയിൽപീലിയില്ല, കവചകുണ്ടലങ്ങളില്ല. ഭഗവാന്റെ പരിപൂർണ ചൈതന്യം, ഒരു ഉജ്ജ്വല പ്രകാശം, ആ ജ്ഞാനപ്രകാശം. ആ ജ്ഞാനപ്രകാശത്തിൽ നമ്മൾ മനസ്സിലാകും ഇതാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനും ഞാനും ഒന്നാണ്. അവിടെ വെച്ച് ഭഗവാനും ഭക്തനും ഒന്നാകും. ഇതാണ് ശങ്കരാചാര്യ സ്വാമികളുടെ അദ്വൈത സിദ്ധാന്തം. അപ്പൊ ഭഗവാന്റെ ഈ രൂപം, ഭഗവാന്റെ മുഖവും കൈയും കാലും ഒക്കെ കാണുന്ന സ്റ്റേജിലും നമ്മളെ ദുഃഖം വ്യാപിക്കും. പക്ഷെ അതൊന്നുമല്ല, ഭഗവാൻ ഉജ്ജ്വലമായ പ്രകാശമാണെന്ന് മനസ്സിലാകുന്ന നിമിഷം ദുഃഖങ്ങളെല്ലാം അപ്രത്യക്ഷമാകും. ദുഃഖത്തിന്റെ സ്പർശമില്ലാത്ത ആനന്ദം, പിന്നങ്ങ് പരമാനന്ദം മാത്രം. പിന്നെ നമുക്ക് ബാഹ്യമായ ഒരു ബന്ധവുമില്ല. നമ്മുടെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മളങ്ങ് ആനന്ദ സാഗരത്തിൽ ആറാടി നിൽക്കും. അതാണ് ശങ്കരാചാര്യ സ്വാമികളുടെ അദ്വൈതം, ദുഃഖ സ്പർശമില്ലാത്തത്. ഇതാണ് മൂന്നാമത്തെ വരി. ഇത് തന്നെയാണ് നാലാമത്തെ വരിയിലും പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ വരിയിലേക്ക് കിടക്കാം. ബ്രഹ്മരൂപമായി തേ അവഭാസതേ. ബ്രഹ്മരൂപം ഐ, അവിടുത്തെ ബ്രഹ്മമാകുന്ന രൂപം, തേ അവഭാസതേ, അവഭാസതേ പ്രകാശിക്കുന്നു. ഭഗവാനെ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ശ്രീകൃഷ്ണ അങ്ങയുടെ കണ്ണുകളും പീലിത്തിരുമുടിയും വനമാലയും മഞ്ഞപ്പട്ടുടയാടയും കൈകാലുകളുമെല്ലാം അവിടുത്തെ സമ്പൂർണമാകുന്ന ബ്രഹ്മപ്രകാശത്തിൻ്റെ വെറും അംശങ്ങളും മാത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കുന്നതോടുകൂടി ഞങ്ങളുടെ മുന്നിൽ നിന്ന് അങ്ങയുടെ ആ രൂപം മാറിയിട്ട് അങ്ങയുടെ പ്രകാശം, ഈ ബ്രഹ്മമാകുന്ന പ്രകാശം അത് മാത്രമായി തെളിയും. ആ രൂപം മാറി രൂപമില്ലായ്മ വരുമ്പോൾ ഞങ്ങൾ പരമാനന്ദത്തിൽ ഇങ്ങനെ ആറാടും. കൃഷ്ണ, കൃഷ്ണനാണ് ബ്രഹ്മം. ഇത് തന്നെയാണ് മുസ്ലിങ്ങളുടെ രൂപമില്ലായ്മ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കളാണ് ആദ്യം രൂപമില്ലായ്മയെ കുറിച്ച് പറഞ്ഞത്. അത് ആദ്യം മനസ്സിലാക്കുക. ഹിന്ദുക്കളാണ് പറഞ്ഞത് ഭഗവാന് രൂപമില്ല എന്ന് പറഞ്ഞത്. അതിന് ഉദാഹരണമല്ലേ ഓച്ചറ. ഓച്ചറയിൽ രൂപമില്ലല്ലോ. ഓച്ചറ പരബ്രഹ്മമാണ്, ഈ പ്രപഞ്ചം തന്നെയാണ്. ഓച്ചറയിൽ രൂപമില്ല, അവിടെ ബിംബങ്ങളും ഇല്ല. പിന്നെ ഇപ്പൊ ആരണ്ടൊക്കെ കൊണ്ട് ബിംബമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഓച്ചറയിൽ എന്തില്ല? കാലാകാലങ്ങളായിട്ട് അങ്ങനെയാണ്, രൂപമില്ലായ്മയാണ് ഹിന്ദുവിൻ്റെ മുഖമുദ്രയെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുക. പക്ഷേ ഒറ്റയടിക്ക് രൂപമില്ലായ്മയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് ഋഷിമാര് മനസ്സിലാക്കി. അപ്പൊ അവർക്ക് മനസ്സിലാക്കി രൂപം ധ്യാനിക്കാനുണ്ടെങ്കിൽ രൂപം ധ്യാനിച്ച് പക്വത നേടുന്നതോടുകൂടി നമുക്ക് രൂപമില്ലായ്മയിലേക്ക് പതുക്കെ പതുക്കെ പോകാം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇംഗ്ലീഷ് മലയാളത്തിലൂടെ പഠിക്കുന്നു. ഇംഗ്ലീഷ് പഠിച്ചു വരുന്നതിനനുസരിച്ച് മലയാളം കളഞ്ഞ് പിന്നെ പൂർണ്ണമായും ഇംഗ്ലീഷിലെത്തുന്നു. അതുപോലെ നമുക്കിപ്പോൾ എന്ത് കേട്ടാലും രൂപം. ആപ്പിൾ കേട്ടാൽ രൂപം, നിങ്ങൾക്ക് ദിലീപ് സാർ എന്ന് കേട്ടാൽ രൂപം, ഫോണെന്ന് കേട്ടാൽ രൂപം. അപ്പൊ രൂപത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്നവർക്ക് ഒറ്റയടിക്ക് രൂപമില്ലായ്മ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ ഒരംശമായ രൂപത്തെ ആദ്യം ധ്യാനിച്ചു തുടങ്ങാൻ ഹിന്ദുക്കൾ പറയും. അത് തുടങ്ങി വന്നാൽ അവൻ രൂപമില്ലായ്മയിൽ ആരും സഹായിക്കാതെ എത്തും. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഹിന്ദുവിനോട്, നിങ്ങൾ അമ്പലത്തിൽ ജനിക്കൂ, പക്ഷെ അമ്പലത്തിൽ മരിക്കരുത്. കാരണം അമ്പലത്തിൽ ഇരിക്കുന്നത് ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ ഒരംശമാണ്. ആ അംശത്തിൽ നിന്ന് ഭഗവാന്റെ മുഴുവൻ ചൈതന്യത്തിലേക്ക് പോകണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ രൂപം ഐസ് കട്ട,
നമ്മൾ ആ ഐസ് കട്ടയെ ധ്യാനിച്ച് വരുന്ന അനുസരിച്ച് ഐസ് കട്ട ഉരുകി രൂപമില്ലാത്ത ജലമായി മാറും. അതാണ് പരബ്രഹ്മവും ഭഗവാന്റെ രൂപവും പരബ്രഹ്മവും എന്താണെന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉദാഹരണം ഈ ഐസ് കട്ടയാണ്. ഐസ് കട്ടയെ നിങ്ങൾ ധ്യാനിക്കുന്നു, ക്ഷേത്രത്തിൽ ഐസ് കട്ട പ്രതിഷ്ഠിച്ചിരിക്കുന്നു, ഐസ് കട്ടയെ ധ്യാനിക്കുന്നു. ഇതാണ് ഭഗവാന്റെ രൂപം. അപ്പൊ നമുക്കൊരു രൂപം കിട്ടി. ഇനി ആ ഐസ് കട്ട ഉരുകി വെള്ളമായി, അപ്പൊ രൂപമില്ലായ്മയായി. പക്ഷെ ആദ്യമേ ഐസ് കട്ട കണ്ടത് കൊണ്ട് ഈ വെള്ളത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാകും ആ രൂപത്തിൻ്റെത് തന്നെയാണ് ഈ ജലം എന്ന രൂപമില്ലായ്മയെന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഹിന്ദുക്കള് ആദ്യം വിഗ്രഹാരാധന തുടങ്ങുന്നത്. ആ വിഗ്രഹാരാധനയിൽ നിന്ന് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ രൂപമില്ലായ്മയിലേക്ക് പോകും. ആ രൂപമില്ലായ്മ അനുഭവിക്കുന്നവർ പിന്നെ വാതുറക്കില്ല. കാരണം അവർ ആനന്ദ സാഗരത്തിൽ ആറാടിയാണ്. അതുകൊണ്ട് അവരതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഹിന്ദുക്കൾ രൂപ ആരാധിക്കുന്നു എന്ന്. അല്ല, നിങ്ങളെക്കാൾ മുമ്പേ ഭഗവാന് രൂപമില്ലെന്ന് പറഞ്ഞത് ആരാണ്? ഞങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രൂപത്തിലൂടെ രാധേ രാധേ ചാരത് കാണുന്നവരെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചുകൊള്ളൂ. ധ്യാനിച്ചെത്തുന്ന ഒരു ഘട്ടത്തിൽ ആ ഐസ് കട്ട ഉരുകി ഐസ് എന്ന രൂപം അപ്രത്യക്ഷമായി അവിടെ നിറയെ ജലം വരും. പരബ്രഹ്മം എന്ന ജലം, നാരായണൻ എന്ന ജപം, നാരായണൻ എന്ന ജലം. അതാണ് നാരായണൻ ജലത്തിന്റെ മധ്യത്തിൽ കിടക്കുന്നു എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരൊക്കെ ഹിന്ദുക്കൾക്ക് രൂപം അങ്ങനെ ഇങ്ങനാന്ന് പറയും. ഇതാണ് സത്യം, ഇതാണ് ഹൈന്ദവ തത്വം. നിങ്ങളൊന്നും ചെയ്യണ്ട, നാരായണന്റെ രൂപത്തെ ധ്യാനിക്കൂ. ഗുരുവായൂരപ്പനെ ധ്യാനിക്കൂ. ആ ഐസ് കട്ടയെ ധ്യാനിക്കൂ. അത് ഉരുകട്ടെ. ഉരുകി ജലമാകുമ്പോൾ പിന്നെ ദുഃഖങ്ങളില്ലാത്ത ആനന്ദം മാത്രം. ആ ആനന്ദത്തിലേക്ക് സാക്ഷാൽ നാരായണൻ കൈപിടിച്ചുയർത്തട്ടെ. നാരായണ രാധാവല്ലഭ, ആ രൂപമില്ലായ്മയിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തണേ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.